എന്നെക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. വന്നാൽ ചെയ്യുന്നതും ചെയ്ത് തന്നത് എന്താ നോക്കാനും പറഞ്ഞ രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ. സെക്ഷൻ 22A കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ജില്ലാ കളക്ടറല്ല മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നാണ് അതിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. പ്രവചനാതീത മത്സരമാണ് ആന്ധ്രാപ്രദേശിൽ എന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. പല പോളുകളും YSR കോൺഗ്രസിനും അതുപോലെ TDPക്കും അനുകൂലമായി പ്രവചിച്ചിട്ടുണ്ട്. അതിൽ 6ഓളം എക്സിറ്റ് പോളുകൾ YSR കോൺഗ്രസിന് ജഗൻമോഹൻ റെഡ്ഡിക്ക് അനുകൂലമായുള്ള വിധിയെഴുത്തുണ്ടാകുമെന്ന് പ്രവചിക്കുന്നു. 4ഓളം എക്സിറ്റ് പോളുകൾ TDPക്ക് അനുകൂലമായിരിക്കും വിധിയെന്ന് പറയുന്നു. പാർലമെന്റിലെ മത്സരത്തിൽ എന്താണെങ്കിലും ഒരു 50-50 ചാൻസാണ് പൊതുവിൽ പ്രവചിക്കപ്പെടുന്നത് ഇരു പാർട്ടികൾക്കും. അതുമാത്രമല്ല, അസംബ്ലിയിലേക്ക് വരുമ്പോൾ സമാനമായ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും പക്ഷേ പൊതു ഇടങ്ങളിൽ ആളുകൾ പറയുന്നത് നിലവിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള YS ജഗൻമോഹൻ റെഡ്ഡി അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തുമെന്നാണ് ഗ്രൗണ്ട് ലെവലിലെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള റിപ്പോർട്ട്. ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ 38 വർഷമായി ജീവിക്കുന്ന ഒരു മലയാളി, അദ്ദേഹം തൃശ്ശൂർ കുന്നംകുളംകാരനാണ്, സലീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രതീക്ഷകൾ എന്താണെന്ന് ചോദിക്കുക. അദ്ദേഹത്തിന് ഇവിടെ തന്നെയാണ്, അദ്ദേഹത്തിനും കുടുംബത്തിനും വോട്ട് ഇവിടെയാണ് വോട്ട് ചെയ്തത് അല്ലേ? അതെ, ഇവിടെ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ് ഒരു പ്രതീക്ഷ നിലവിൽ? അത് പാർലമെന്റ്, നമുക്ക് ആദ്യം പാർലമെന്റിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിൽ ഒരു 50-50 ചാൻസാണ് പോളുകൾ പ്രവചിക്കുന്നത്. ആളുകളോട് സംസാരിച്ചപ്പോഴും അങ്ങനെയാണ് അവരുടെ ഒരു അഭിപ്രായം. അങ്ങനെയാണോ? അതെ, പാർലമെന്റിലേക്ക് പകുതി വരാനാണ് ഇവിടെ സാധ്യത. 12 മൊത്തമുള്ള 25 ഒരു 12 സീറ്റ് YSR കോൺഗ്രസിനും ബാക്കിയുള്ള 13-14 സീറ്റുള്ള മറ്റുള്ളവർക്കും വരാനുള്ള സാധ്യതയാണ് ഇവിടെ മൊത്തത്തിൽ എല്ലാവരും വിലയിരുത്തുന്നത്. മൊത്തത്തിൽ ഈ BJPയുമായി സഖ്യമുണ്ട് ഇത്തവണ TDP, അത് ഗുണം ചെയ്യുമോ TDPക്ക്? BJPയുമായി സഖ്യം ചെയ്യാൻ അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. നേരെ ഇവിടുത്തെ മുസ്ലിം മൈനോറിറ്റി ക്രിസ്ത്യൻ വോട്ടുകൾ മുഴുവൻ ഒരു വൺ സൈഡിലേക്ക് ആവാനുള്ള സാധ്യതയാണുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടെ ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ YSR കോൺഗ്രസ് വരാനാണ് സാധ്യത. റൂറൽ ഏരിയയിൽ ഈ BJP TDP ജനസേന സഖ്യമാണ് വരാൻ സാധ്യത വരുന്നത്. മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം വ്യത്യാസങ്ങളില്ലാതെ ഒരു 10 സീറ്റിന്റെ മുൻതൂക്കത്തിൽ വീണ്ടും ജഗൻമോഹൻ റെഡ്ഡിയാണ് മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയാണ് മൊത്തത്തിൽ ഞങ്ങളെല്ലാം. അസംബ്ലിയിൽ വീണ്ടും ജഗൻമോഹൻ വരാനുള്ള സാധ്യത എല്ലാവരും കൂടെ വിലയിരുത്തുന്നത്. ഇവിടെയുള്ള 90 മുതൽ 100, 104, 110 സീറ്റുകളൊക്കെ അതെ ഒരു മൊത്തം കിട്ടേണ്ടത് 175 90 സീറ്റിലും കിട്ടണം. അത് 104, 100 സീറ്റിലും കിട്ടി വീണ്ടും ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിൽ വരുന്നതാണ് മൊത്തത്തിലുള്ള ഇവിടെ എല്ലാവരും കൂടി വിലയിരുത്തൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ TDP BJPയുമായും പവൻ കല്യാണിന്റെ പാർട്ടിയുമായും സഖ്യമുണ്ട്, ജനസേന പാർട്ടിയുമായി. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഒന്ന് സാമുദായിക വോട്ടുകൾ അവർക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഈ സഖ്യമുള്ളതുകൊണ്ട്. പക്ഷേ പൊതുവിൽ, അതായത് നേരത്തെ TDPക്കൊപ്പമൊക്കെ അനുകൂലമായി ലഭിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, അതിലൊരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് എപ്പോഴാണോ ഇവര് BJP സഖ്യത്തിൽ വന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പരിചയത്തിൽ തന്നെ പല ഏരിയയിലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും നമ്മളായിട്ട് നല്ല ബന്ധങ്ങളാണ് വർഷങ്ങളായിട്ട്. അവരെല്ലാവരും വൺ സൈഡിലേക്ക് മാറി കഴിഞ്ഞ് മാറിക്കഴിഞ്ഞെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. YSR കോൺഗ്രസിന് അനുകൂലമായി YSR കോൺഗ്രസിന് അനുകൂലമായിട്ട് അവരുടെ വോട്ടുകൾ മാറ്റി ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഈ എക്സിറ്റ് പോളുകളുടെ പ്രവചനം അത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ അങ്ങനെയല്ല യഥാർത്ഥ ഫീൽ അല്ലേ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ ജഗൻമോഹൻ റെഡ്ഡിക്ക് അനുകൂലമായ തരംഗമാണ് ഇവിടെ ഉള്ളത്. കാരണം അയാൾ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള പല സർക്കാരുകളും ചെയ്യാത്ത പല കാര്യങ്ങളും അയാളെ കൊണ്ട് ചെയ്യുന്ന അത്രത്തോളം അയാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്യാരണ്ടിയിലാണ് അയാൾ ഇരിക്കുന്നത്. ആ ഒരു ഗ്യാരണ്ടി വെച്ചിട്ട് തന്നെയാണ് അയാൾ YS ജഗൻമോഹൻ റെഡ്ഡി സംസാരിക്കുന്നതും അയാളുടെ പ്രതീക്ഷയും. അപ്പോൾ അയാൾ വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള അയാളുടെ പ്രതീക്ഷകളും അത് തന്നെയാണുള്ളത്. കാരണം അയാൾ പറയുന്നത് വെച്ചെങ്കിൽ നിങ്ങളെ മകൻ നിങ്ങൾക്ക് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെ മകൻ ചെയ്തത് നല്ലതാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത്. അല്ലാതെ അയാൾ ഇന്ന കാര്യങ്ങൾ നാളെ ചെയ്ത് തരാമെന്നല്ല പറയുന്നത്. ഇതുവരെ ചെയ്ത് 5 കൊല്ലത്തിൽ എന്നെക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഓപ്പണായിട്ടാണ് ഇവിടെ ചെയ്യണത്. അതിന് തിരിച്ചും ഇവിടെ മറ്റുള്ള പാർട്ടിക്കാർ അവർ വന്നാലാണ് ചെയ്യാന്ന് പറയുന്നത്. ഇയാളെ ഇപ്പോൾ ജഗൻമോഹൻ റെഡ്ഡി പറയുന്നത് വെച്ചെങ്കിൽ ഞാൻ ഈ 5 വർഷം കൊണ്ട് നിങ്ങളെ മകനെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് എന്താ ചെയ്തിട്ടുള്ളത് വെച്ചെങ്കിൽ അത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക, ഉപകാരം ചെയ്താൽ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അത്ര ഓപ്പൺ ഇതിലാണ് പുള്ളി സംസാരിക്കുന്നത്. മറ്റുള്ള പ്രതിപക്ഷക്കാർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. വന്നാൽ ചെയ്യുന്നതും ചെയ്ത് തന്നത് എന്താ നോക്കാനും പറഞ്ഞ രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ. അതിനെപ്പോലെ സംഭവിച്ചുള്ളത് മൊത്തത്തിൽ. നമുക്ക് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കടുത്ത് നിന്ന് TDP അകന്നുപോയി എന്ന് ശരി തന്നെയാണത്. അത് കഴിഞ്ഞ കാലത്ത് അവരുടെ ഭരണത്തിലുണ്ടായുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ എനിക്കൊരു 10-38 കൊല്ലമായിട്ട് ഇവിടെ ഉള്ള ആളാണ് ഞാൻ. വിലയിരുത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ അസൈൻമെന്റ് ലാൻഡ് പാവപ്പെട്ടവർ കൊടുത്ത വീടുകളായാലും ശരി കൃഷിഭൂമികളായാലും ശരി സെക്ഷൻ 22A കൊണ്ട് വെച്ചുള്ളി. സെക്ഷൻ 22A കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ജില്ലാ കളക്ടറല്ല മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നാണ് അതിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഭൂമികളടക്കം ജഗൻമോഹൻ റെഡ്ഡി വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്രീ ഹോൾഡ് പവർ കൊടുത്തത്. അതായത് അത് 20 വർഷം വരെ അവർക്ക് പട്ടയം കൊടുത്ത് 20 വർഷം വരെ അവർ ആ ഭൂമിയിൽ നിൽക്കുന്നുണ്ട് വെച്ചെങ്കിൽ അവരുടെ മക്കളോ
അവരെ കുടുംബക്കാരോ അവരോ അതിൽ നിൽക്കേണ്ടത് വെച്ചാൽ അവർക്ക് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി, അതായത് നമ്മൾ രജിസ്റ്റർ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് അതേപോലെ ആ ഭൂമി അവർക്ക് മാർക്കറ്റ് വാല്യൂവിന് വിൽക്കാനുള്ള ഒരു ഇതാണ് കൊടുത്തു കഴിഞ്ഞത്. അവർ പാവപ്പെട്ടവർക്ക്, ഒരു പാവപ്പെട്ട ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ പട്ടയം കിട്ടിയുള്ള ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള അത് വിൽക്കാനുള്ള പോലും പവർ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ലല്ലോ. നമുക്കറിയാലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഭൂമി കയ്യിൽ കിട്ടിയിട്ട് ആ ഭൂമി കൃഷി ചെയ്യാൻ മാത്രമല്ല അത് വിൽക്കാൻ പോലും പവർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ശക്തിയല്ല ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അത് വലിയൊരു ശക്തിയാണത്. എന്നാ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ പല പാവപ്പെട്ട ആൾക്കാരുണ്ട് ഉൾഭാഗങ്ങളിൽ ഭൂമി ഉണ്ടായിട്ട് കൃഷി ചെയ്തിട്ടും കൊല്ലത്തിൽ ഒരു 10,000-15,000 പോലും വരുമാനം കിട്ടാത്ത ആൾക്കാർ പോലും ഉണ്ട് വെള്ളമില്ലാതെ. അങ്ങനത്തെ ആൾക്കാർക്ക് ആ ഭൂമി വിൽക്കുമ്പോൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 25-30 ലക്ഷമുള്ള ഭൂമികളാണ്. അതൊക്കെ ഏറ്റവും ചുരുങ്ങിയ വില, കോടികൾ വിലയുള്ള ഭൂമികളുണ്ട് നമ്മളെ. അങ്ങനത്തെ ഭൂമികൾക്ക് വിൽക്കാൻ മാർക്കറ്റ് വാല്യൂ 40 ലക്ഷം 50 ലക്ഷമുള്ള ഭൂമികൾ വിൽക്കാൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമല്ലേ. അതൊരു മുഖ്യമന്ത്രി ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവമാണുള്ളത്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഎസ് ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറഞ്ഞെങ്കിൽ പാവപ്പെട്ടവർക്ക് എന്താണ് അനുകൂലമായി ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു വിശ്വാസം തന്നെയാണ് അയാളുടെ ഫുള്ളയിലുള്ളത്. ആ ഒരു പവറാണ് ഫുള്ളയിലുള്ളത്. അതാണ് പുള്ളി വളരെ ഇതിൽ പറയണത്. നിങ്ങളൊന്നും പേടിക്കണ്ട, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത്. ഈ പാളയത്തിൽ തന്നെ പടയെന്ന് പറഞ്ഞതുപോലെ പുള്ളിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എതിരാളുണ്ട്. വൈഎസ് ശർമ്മിള കോൺഗ്രസിന്റെ മുന്നണി നയിക്കുന്നുണ്ട്. കോൺഗ്രസ് എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കുമോ? കോൺഗ്രസ് ഈ ഇലക്ഷനിൽ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇപ്പോൾ ഈ ആന്ധ്രാപ്രദേശിൽ തന്നെ ഏറ്റവും വലിയ സിറ്റികളാണ് വിജയവാഡ, വിശാഖപട്ടണം. ഈ ടൗൺ എൻ്റെ ജീവിതകാലം ചെറുപ്പം ഞാനുള്ള ഇവിടെ തന്നെ കോൺഗ്രസ് 2 സ്ഥാനാർത്ഥികളും അഡ്മിനിസ്ട്രേറ്ററാണ്. മെയിൻ സിറ്റിയിലുള്ള വിജയവാഡ ഈസ്റ്റ്, സെൻട്രൽ, വെസ്റ്റ് 2 സ്ഥാനാർത്ഥികളും കൊടുത്തുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഇത്ര വലിയ ടൗണിൽ. അത് ആരാന്ന് എനിക്ക് തന്നെ പേരറിയില്ല. കാരണം ഒരു ജനങ്ങൾക്ക് ഇറങ്ങിയൊരു പ്രവർത്തിക്കില്ല, കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ മൊത്തത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒരു സഖ്യതയില്ലാത്ത പാർട്ടികളാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഒന്നിച്ച് നിൽക്കുമ്പോൾ അതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും താല്പര്യമില്ല. അതിൽ കോൺഗ്രസിലുള്ള ആൾക്കാർ പോലും ഇപ്പോൾ വൈഎസ്ആർ കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണത്? കാരണം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു ഗഡ്ജ് വേണമല്ലോ പൊതുജനങ്ങളല്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് നിർത്തിയതിന് കോൺഗ്രസ് ഇല്ല ഇവിടെ. ഇല്ല. ഇനി അഥവാ ഇനി ഉണ്ടെങ്കിൽ തന്നെ വൈഎസ്ആറുടെ ജില്ലയിൽ വേണമെങ്കിൽ ഒരു സീറ്റിലും ജയിക്കുന്നുള്ളൊരു ഇതാണ് ജനങ്ങൾ പറയുന്നത്. കടപ്പ പിടിച്ചെടുക്കും, അതാ കടപ്പയിൽ അടി തെറ്റുമോ ശർമ്മളയ്ക്ക്? ഒരു 50-50 ചാൻസാണ് പറയുന്നത് അവിടെ. കാരണം പുള്ളിയുടെ ഒരു ചെറിയ ഫാമിലി പ്രശ്നങ്ങളും കാര്യങ്ങളും അവിടെ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിൽ എവിടെയും ഒന്നും ഉണ്ടാവില്ല, ഒരു തരംഗം ഉണ്ടാവില്ല. അതിനി ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അപ്പോഴത്തെ കാര്യം നമുക്ക് നോക്കാൻ പറ്റില്ല. ഇപ്പോൾ ആ വിധ അതുമില്ല. ഇപ്പോൾ ഫൈറ്റ് എന്ന് പറയുന്നത് YCP TDP അത്രേ ഉള്ളൂ. അത്തരത്തിൽ ഈ കഴിഞ്ഞ 38 വർഷമായി ആന്ധ്രയിൽ ജീവിക്കുന്ന മലയാളിയുടെ അഭിപ്രായമാണ്, രാഷ്ട്രീയ അഭിപ്രായമാണ് കേട്ടത്. അദ്ദേഹം പറയുന്നത് പാർലമെന്റിലേക്ക് അതൊരു 50-50 ചാൻസ് ഇരു പാർട്ടികൾക്ക്, വൈഎസ്ആർ കോൺഗ്രസിനും ഒപ്പം TDPയുടെ സഖ്യത്തിനും ഒരു പകുതി ചാൻസ് ഉണ്ട്. 25 സീറ്റുകളിൽ അങ്ങനെ സീറ്റുകൾ മാറി വന്നേക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ജഗൻമോഹൻ, ഒറ്റ പേരാണ് പൊതുനിരത്തുകളിൽ ആളുകൾ പറയുന്നത്, ജഗൻമോഹൻ തുടരും എന്നുള്ളതാണ് പൊതുനിരത്തിലെ ആളുകളുടെ, സാധാരണക്കാരുടെ, താഴേക്കിടയിലുള്ളവരുടെ അഭിപ്രായം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ആന്ധ്രയിലെ വിജയവാഡയിൽ നിന്ന് അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24.